പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെ വാക്യങ്ങളാണ്. ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന, ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം ധ്യാന വിഷയം. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈശോ തന്റെ ഒരു ആഗ്രഹം കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെയാണ്: അങ്ങ് എനിക്ക് നൽകിയവരും എൻ്റെ മഹത്വം കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ കൂടെ നടന്നവര്, ഈശോയുടെ കാര്യങ്ങൾ ജീവിതം കണ്ട് മനസ്സിലാക്കി പഠിച്ചവരെല്ലാം ഈശോയുടെ കൂടെ ആയിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, ആത്യന്തികമായി ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യവും ആഗ്രഹവും ഇത് തന്നെ ആയിരിക്കണം: ഈശോയോടുകൂടി ആയിരിക്കുക. ഈശോയുടെ ശിഷ്യരെന്നുള്ള നിലയ്ക്ക് ഈശോ ചെയ്തിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ഈശോയുടെ ജീവിതവും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരെന്ന ശിഷ്യന്മാരെന്ന നിലയ്ക്ക് നമ്മുടെയും ആത്യന്തികമായ ഒരു ആഗ്രഹം ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അത് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യവുമാണെന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലായിരിക്കാൻ, വസ്തുക്കളോടുകൂടെ ആയിരിക്കാൻ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. നമുക്ക് ആത്മശോധന ചെയ്യാം. ഈശോയുടെ കൂടെ ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് വ്യക്തിപരമായിട്ട് ആഗ്രഹമുണ്ടോ? ഈശോ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യവും അതുതന്നെയാണെന്നൊരു ബോധം എനിക്കുണ്ടോ? നമുക്ക് പ്രാർത്ഥന കൊണ്ട്, ദൈവചിന്ത കൊണ്ട്, നല്ല പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ട്, സഹോദര സ്നേഹം കൊണ്ട്, ഈശോ പറയുന്നത് പോലെ ജീവിക്കുന്ന രീതി കൊണ്ട് നമുക്ക് ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കാനായി ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ദിവസം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ആഗ്രഹമായി ഞങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് അങ്ങയോടുകൂടി ആയിരിക്കണമെന്നുള്ള ചിന്തയാണെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഞങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണെന്നുള്ള ശക്തമായ ബോധ്യം എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നൽകണമേ. മറ്റു വസ്തുക്കളെക്കാൾ, മറ്റാളുകളെക്കാൾ, മറ്റു സ്ഥലങ്ങളെക്കാളൊക്കെ കൂടുതലായി അങ്ങയോടുകൂടെ ആയിരിക്കാനുള്ള ആഗ്രഹവും അതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള തീക്ഷ്ണതയും ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.